ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സിഡ്നിയിൽ നിന്ന് റോബർട്ട്സ് പൈ എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. അടിപൊളി പൈയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണിത്. അപ്പോൾ പല വെറൈറ്റീസിലുള്ള പൈസ് നമുക്ക് അവിടെ കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഈ പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ട്വിസ്റ്റീസൊക്കെ ഉള്ള ഒരു അടിപൊളി റോഡാണിത്. അപ്പോൾ ട്വിസ്റ്റീസ് എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോയി നമ്മളിങ്ങനെ എന്താ പറയുക, മൊത്തം വൈൻഡി റോഡ്സും അങ്ങനെയൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണിത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതിപ്പോൾ ഒരു ശനിയാഴ്ച ഏർലി മോർണിംഗ് ആട്ടോ. അപ്പോൾ നേരം വെളുത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരം ഇങ്ങനെ വെളുത്ത് തന്നെ സൺറൈസൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന ലൊക്കേഷനുണ്ട്. അവിടെ ചെല്ലാം എന്നുള്ള രീതിയിലാണ്. കാരണം ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ കാൻബറ മോട്ടോർവേയിലോട്ട് കയറിയപ്പോൾ ഒരു 110 കിലോമീറ്ററാണ് ഇവിടെ സ്പീഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കങ്ങ് പോവാം. ഇപ്പോൾ 110 സ്പീഡ് വരുന്നവരും തന്നെ അതിന് വഴിയുണ്ട്. അങ്ങനെ ലോങ് സ്ട്രെച്ചിലാണ് അടിപൊളിയായിട്ട്. പിന്നെ കണ്ട രാവിലെ ആയതുകൊണ്ട് തന്നെ വെയിലില്ല, ചൂടില്ല, നല്ലൊരു തണുപ്പ്. പൊതുവേ ടെമ്പറേച്ചർ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 16 to 18 ഡിഗ്രിയിൽ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാം. അവിടെ എന്തൊരു സൈൻ ബോർഡൊക്കെ ഇരിക്കുന്നുണ്ട്, കോളങ്കോം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. നമുക്കിങ്ങനെ ഈ വഴിക്ക് കുറച്ചങ്ങ് പോയി നോക്കാം, നല്ല അടിപൊളിയായിരിക്കും. അങ്ങ് നോക്കി കണ്ടോ, അങ്ങറ്റം വരെ റോഡ് കാണാം നമുക്ക്. കുറേ കാലങ്ങൾക്ക് ശേഷമാട്ടോ ഞാൻ ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് തന്നെ. രസമാണെന്ന് നോക്കിയാൽ അങ്ങ് ദൂരം മലകളൊക്കെ കാണാം. അതിനകത്തിട്ട് ചെറിയ ഫോഗ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഇറങ്ങി ഒരു പ്രത്യേക രീതിയിൽ നല്ല ഭംഗിയായിട്ടോ. നമ്മളോട് ഇവിടെ എക്സിറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണോ എന്തോ, എനിവേ എക്സിറ്റ് എടുത്തേക്കാം. എന്തായാലും ഒരു സൈറ്റ് സീയിങ് പോലെയാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, ഈ സൈഡിലെല്ലാം പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നിൽക്കുന്നുണ്ട്. എനിവേ പോയേക്കാം ഇതിൽ. എനിക്ക് ആ ഹൈവേ തന്നെ നമ്മൾ വിട്ടുപോയാൽ നമ്മൾ കാൻബറ സ്ട്രൈറ്റ് എത്തനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സീനിക് റൂട്ടാട്ടോ. ഇപ്പോൾ സീനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ഭംഗി. ഓക്കെ, എൻ്റെ മോനെ, ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മലനിരകൾ, ഫാം ഹൗസുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളാട്ടോ ഈ സൈഡ് മൊത്തം. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അകലെയുള്ള മലനിരകൾ കാണാം. അതോടൊപ്പം തന്നെ കണ്ടോ ഫാം ഹൗസുകൾ. ഇവിടെയൊക്കെ വന്നിങ്ങനെ താമസിക്കുകയാണെങ്കിൽ നല്ലൊരു ക്വയറ്റ് ലൈഫായിരിക്കും. പിന്നെ എനിക്ക് ഈ ഒരു ഏരിയയായിട്ട് വരുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയർലൻഡ്, അതായത് യൂറോപ്പുമായിട്ട് ചെറിയൊരു, അതായത് യൂറോപ്പ് എന്ന് പറയുമ്പോൾ യൂറോപ്പിൻ്റെ സിറ്റി അല്ല, യൂറോപ്പിൻ്റെ കൺട്രി സൈഡായിട്ട് ചെറിയൊരു സാമ്യതയുണ്ട് ഇവിടെയൊക്കെ. അതായത് ചെറിയൊരു തണുപ്പും ആ ഒരു പച്ചപ്പും, അങ്ങനെ ഒരു ഫാം ഹൗസുകൾ, ഇങ്ങനെ ആടുകൾ, പശുക്കൾ അങ്ങനെ മേഞ്ഞ് നടക്കുന്നു, അങ്ങനെ ഒരു കുന്നിൻ ചെരുവുകൾ, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ. അതാ ഒരു ഫീലിലാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണം മൊത്തം. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണിത്. പിന്നെ നമ്മൾ സിറ്റി ലൈഫിനേക്കാൾ കൂടുതൽ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ മരങ്ങളും മലകളും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളാണോ. കണ്ടോ, അങ്ങ് ദൂരം മൂടൽമഞ്ഞുകളൊക്കെ ഉണ്ട്. ഇടത് സൈഡിൽ കണ്ടോ പശുക്കൾ എന്തോരം നോക്കി. അതായത് നല്ല പക്ക ഫാമാണ് കേട്ടത്. ഇനി നമ്മൾ ഫുള്ള് പോകുന്നത് ഇങ്ങനത്തെ കൺട്രി സൈഡ് റോഡിലേക്കിടെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു എൻജോയ്മെൻറ്റ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം ആ മെയിൻ റോഡ് വഴി നമ്മൾ നേരെ കാൻബറ പിടിച്ചാൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വന്നാറിനാണ് ഇതൊക്കെ കാണുന്നത്. എൻ്റെ ബാക്കിലൊരു കാറുകാരൻ വരുന്നുണ്ട്. മിക്കവാറും അവന് വട്ടാവും, കാരണം ഞാനിങ്ങനെ ഇത്ര സ്ലോയിൽ ഇതിലിങ്ങനെ പോകുന്നു. കാരണം ഇതൊരു 100 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ അതിനുള്ള വഴിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി സ്ലോയിൽ പോകുന്ന കാരണം ഇവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവനോട്ട് കയറിപ്പോകാനും പറ്റില്ല, കാരണം ഇവിടെയൊന്നും ഓവർടേക്ക് ചെയ്യാനുള്ളൊരു പ്രൊവിഷനുള്ള ഏരിയ അല്ല.
ഇതവിടെയൊക്കെ കണ്ടോ, എൻ്റെ പൊന്നോ എന്ന രസമാണെന്ന് നോക്കി. ഇത് കണ്ടോ, താഴ്വാരങ്ങളിൽ വീടുകളും കൊള്ളാം, പച്ചപ്പും ഇതൊക്കെ ആയിട്ട്. 90 കിലോമീറ്റർ സ്പീഡ് സോണിലേക്ക് നമ്മളെത്തി. ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇതൊക്കെയല്ലേ ബ്യൂട്ടി. ഇവിടെയൊക്കെ പശുക്കളൊക്കെ ഇങ്ങനെ ലൈവ് സ്റ്റോക്ക് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെയാണ് പറയണത്. കാരണം ഫെൻസ് എല്ലാം ബ്രോക്കാനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാലേ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ലേക്ക് വ്യൂ റോഡ്, ഇവിടെ ഇങ്ങനെ പല റോഡിൻ്റെ ഒക്കെ പേര് എഴുതിയിട്ടുണ്ട്, ലേക്ക് വ്യൂ, ആ വ്യൂ, ഈ വ്യൂ എന്നൊക്കെ. പക്ഷെ അതൊന്നും അത്ര ആ പേരിനോട് വലിയതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഏരിയയായിട്ട് വരുമ്പോൾ കണ്ടോ, ഒരു ഫാം ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഏക്കർ കണക്കിന് ലാൻഡ്, അതിൻ്റെ അകത്തൊരു വീട്, എന്നിട്ട് അതിൻ്റെ അകത്ത് ആടുകളും പശുക്കളൊക്കെ. എന്ന രസമായിരിക്കും ഇവിടെയൊക്കെ ജീവിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കണം കേട്ടോ. ഓസ്ട്രേലിയയിലാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടും ചൂടും ഭയങ്കര ട്രാഫിക്കിലും അങ്ങനെയൊക്കെ ജീവിക്കാൻ ഇറങ്ങുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ക്വയറ്റ് പ്ലേസിലേക്ക് വരിക, അങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുക. ഇപ്പോൾ കങ്കാരൂസൊക്കെ ഉണ്ടാവും ഇവിടെ മിക്കവാറും. കണ്ടോ, ഓപ്പൺ റോഡ് എന്ന് പറഞ്ഞ ഇതാണ്. ഇപ്പോൾ സാറ്റർഡേ മോർണിംഗ് ഇപ്പം ഏകദേശം ടൈം എത്ര മണിയായി? ഏകദേശമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാഫിക് ഒന്നുമില്ല കേട്ടോ. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ഈ ഏരിയയിലൊക്കെ ട്രാഫിക് കുറവായിരിക്കും. സിറ്റിയിലായിരിക്കുമല്ലോ കൂടുതലും. എന്തായാലും സംഭവം പൊളിയാണ് ഈ ഏരിയ. ഈ സ്ഥലത്തിൻ്റെ പേരുണ്ട് ഇലവാര. കേട്ടിട്ടുണ്ടല്ലോ അത്. ഇലവാര മലയാളി അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാം കിടന്നു. ഒത്തിരി മലയാളികളൊക്കെ ഉള്ള ഏരിയ ആയിരിക്കും കേട്ടോ. പക്ഷേ ഈ ഏരിയയിലായിരിക്കില്ല, ഇതിൻ്റെ സിറ്റി സൈഡിലായിരിക്കും. അതായത് ആ സീയോട് ചേർന്നിട്ടുള്ള വോളങ്കോങ് എന്നൊക്കെ നമ്മൾ മൊത്തത്തിൽ പറയുമെങ്കിലും അതിൻ്റെ ഒരു സൈഡിൽ കുറേ എന്താ പറയുക ഹൗസിംഗ് എസ്റ്റേറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയാണ് മെയിനായിട്ട് മലയാളികളൊക്കെ കൂടുതൽ താമസിക്കുന്നത്. കാരണം ഒന്നുകിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും അതിൻ്റെ അടുത്ത്, അപ്പോൾ അതിൽ പോയി വരാനുള്ള സൗകര്യത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഇത്. ഇനി നമ്മൾ മൊത്തം ട്വിസ്റ്റീസ് ആട്ടോ. ട്വിസ്റ്റീസ് എന്ന് പറഞ്ഞാൽ അന്യായ ട്വിസ്റ്റീസ്. ഇതേപ്പോൾ ഇതിൻ്റെ അകത്ത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ടോ, വളഞ്ഞ് നമ്മൾ മരമൊക്കെ വരച്ച് വെച്ചേക്കുമാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പോവാം. ഒരു മരം നിൽക്കണമെങ്കിൽ ഒറ്റയ്ക്കൊരു മരം. ഇങ്ങനത്തെ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇങ്ങനെ മൊത്തം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ട്വിസ്റ്റീസ്. അപ്പോൾ നമുക്ക് നമുക്ക് പിടിച്ച് നോക്കാം. പിന്നെ കിങ്കാരൂസൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഇതിൽ നിന്ന് മാറ്റിയിട്ടെ പ്രോപ്പർ ഗിയറൊക്കെ അടിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ കാരണം നമുക്ക് ഭയങ്കര പാടായിരിക്കും. കണ്ടോ, ചുറ്റും മരങ്ങളാട്ടോ. ഇവിടെ 25 ഇത് എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം ഒരു കൊട്ടും വളവാണ്. ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ വഴിക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം. അപ്പോൾ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചാറ്റൽ മഴയും ഇതും. പിന്നെ ഞാൻ ആ വണ്ടി എടുത്ത ആ ഒരു വീക്കിലാണെന്ന് എനിക്ക് തോന്നുന്നത്. എടുത്ത ഒരു വീക്കിലല്ല, ജസ്റ്റ് ആ മന്തിൽ. അതുകൊണ്ട് തന്നെ വണ്ടി നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഇതായിട്ടില്ല. ഇപ്പോഴും നമുക്കത്ര എക്സ്പെർട്ടൊന്നുമല്ല, എന്നാലും നമുക്കറിയാം വണ്ടിയുടെ ഏകദേശം പവർ. ഇത് എന്തോരം നമുക്കിപ്പോൾ ഒരു സൈഡിലായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാലും നമുക്ക് എന്തോരം നമ്മുടെ കൺട്രോളിൽ വരുത്താൻ പറ്റുമെന്നുള്ളതേ. സ്റ്റേസ് വലിയ തിരക്കിലാണ്ടെന്നാൽ വലിയ കുഴപ്പമില്ല. ഇവിടെ എല്ലാം റോഡ് സൈനുകളുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 25 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ്. കാരണം ഈ ട്വിസ്റ്റീസ് ഇറങ്ങി വരുന്നവന്മാരുണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പോകുന്നത് ഇപ്പോൾ പയ്യാണ്. ഇതിൽ ഇറങ്ങി വരുന്നവന്മാരുണ്ടാവും. കാരണം പിന്നെ അവർക്ക് ഈ വണ്ടി ഇങ്ങനെ കേട്ടത്തിയൊക്കെ തിരിച്ചെടുക്കുന്ന ടൈപ്പില്ലേ സ്പോർട്സ് ബൈക്കുകൾ, അങ്ങനത്തെ ടീമുകളുണ്ടാവും. അവരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ പൂക്കുറ്റി വരവായിരിക്കും ഇതിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അത്രയ്ക്ക് എക്സ്പേർട്ടല്ല. പിന്നെ അങ്ങനെ ഒരു റൈഡ് ചെയ്യുന്നതിലുള്ള ഒരു എന്താ പറയുക, എനിക്കോട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്നില്ല. എനിക്കിങ്ങനെ സ്ഥലങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ മരങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ മൊത്തം ലാൻഡ്സ്കേപ്പും കണ്ട് ഇങ്ങനെ ഒരു രസമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകണം, ഇങ്ങനെ ഒഴുകി പോകണം മാതിരി. അതാണ് എൻ്റെ ഒരു ത്രില്ല്.
കണ്ട വണ്ടികളൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ, ചുരം ഇറങ്ങി വരുന്ന വണ്ടികൾ എന്നൊക്കെ പറഞ്ഞ മാതിരി. ഇതെല്ലാം തന്നെ നല്ല കൊട്ടും ഇതാട്ടോ ഉണ്ടോ. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അതുപോലെ തന്നെ ടി വിയിലൊരു വീഡിയോ കണ്ടാണ്, ഇങ്ങനെ യൂട്യൂബിലാട്ടോ അങ്ങനെ ഇട്ടാണ്. നമ്മുടെ സ്റ്റെൽവിയോ പാസ് ഉണ്ട് ഇറ്റലിയിൽ. അപ്പോൾ സ്റ്റെൽവിയോ പാസിൽ ഒത്തിരി പേരിങ്ങനെ ട്വിസ്റ്റീസിലിങ്ങനെ സ്കിഡാവുന്നതിൻ്റെയും അങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ അതിലെല്ലാം നമ്മളിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത് വണ്ടി നല്ല ഹെവി ആയിരിക്കും നമ്മുടെ വണ്ടി. അപ്പോൾ അത് ഓരോ ട്വിസ്റ്റീസും നമ്മൾ എടുക്കുമ്പോഴും അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രോപ്പർ സ്പീഡ്. അത് ചുമ്മാ എഴുതി വെച്ചേക്കുന്നല്ല, അതായത് നമ്മളെ കളിയാക്കാനോ അല്ലെങ്കിൽ എക്സ്പേർട്ടുകളല്ലാത്ത ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോന്നിട്ട് എഴുതി വെച്ചേക്കുന്ന സ്പീഡൊന്നുമല്ല. അത് നമുക്ക് റീസണബിളായിട്ട്, അതായത് ആക്സിഡൻറ്റുകളൊന്നും ഇല്ലാതെ സേഫായിട്ട് നമുക്ക് തിരിയാനുള്ളൊരു സ്പീഡ് ലിമിറ്റാണ് അതിനകത്തെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ സ്പീഡ് ലിമിറ്റ് നമ്മൾ കീപ്പ് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്ത് പ്രോപ്പർ ഗിയറിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകാം. പക്ഷേ നമ്മളിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ കാണിക്കുന്ന മാതിരി ഓവർ സ്പീഡിൽ പോയി അവിടെ പോയി ഇങ്ങനെ ചെരിയുക, അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഷോ കാണിക്കാനായിട്ട് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും പോകും. കാരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളവിടുത്തെ റോഡ് സൈനുകൾ, സ്പീഡ് ലിമിറ്റുകൾ, എന്തോ ആയിക്കോട്ടെ അവിടുത്തെ നിയമങ്ങൾ, നമ്മൾ അവരെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ നിയമം എങ്ങനെയാണ് അങ്ങനെയാണ്. ആ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുക, അതനുസരിച്ച് റൈഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക, പോരുക. അതിൽ കൂടുതൽ നമ്മളവരെ തിരുത്താനോ ഇവിടെയൊക്കെ 50 ആക്കാറുന്നു അല്ലെങ്കിൽ ഇവിടെയൊക്കെ 60 ആക്കാറുന്നു, ഇങ്ങനെയൊക്കെയാണോ റോഡിൻ്റെ സൈനുകൾ എന്നൊക്കെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കാണുക എൻജോയ് ചെയ്യുക. അതെങ്ങനെയാണോ രാജ്യം അങ്ങനെ എൻജോയ് ചെയ്ത് പോരുമ്പോഴാണ് നമുക്കൊരു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നവർക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷനാണ് അവിടെ കൊടുത്തായിരുന്നത്. അപ്പോൾ ഇങ്ങനെ അനുവദനീയമായ പ്ലേസുകളുണ്ട് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാനായിട്ട്, അതിൽ മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാമുള്ളൂ. ഇനിയൊരു വൺ ട്വിസ്റ്റീസ് കേട്ടോ, എന്താ പറയുക, ഒരു ട്വിസ്റ്റീസിൽ കൂടെ തന്നെയാണല്ലോ നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഒരു അമ്മാതിരി ഒരു സാധനമുണ്ട് ഇങ്ങനെ വളഞ്ഞ് സ്ലോ ഡൗൺ. ഞാൻ സ്പീഡ് കൂടില്ല. ഫ്ലഡ് വേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പാറയെന്നൊക്കെ വെള്ളം ചാടി ഇതിക്കിടെയൊക്കെ നിറച്ച് വെള്ളം പോണ ഒരു റോഡാട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും. 50 കിലോമീറ്റർ ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു സാധനമാണിത്. കണ്ടാ, ഇനി നമ്മൾ നേരെ മുകളിലോട്ടാണ് കയറി പോകേണ്ടത്. അപ്പോൾ മാക്സിമം വൈഡായിട്ട് എടുക്കുക. അതിന് ശേഷം കണ്ടാ, മാക്സിമം വൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈസിയാണ്. കണ്ടാ, അതുപോലെ തന്നെ സ്പീഡ് കുറയ്ക്കണം. അപ്പോൾ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വഴിക്കേക്കടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വഴി ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടാണ് അതൊക്കെ കയറിയത്. ഫസ്റ്റിൽ തന്നെ വന്നൊന്നുമില്ല, ഒരു സെക്കൻഡ് ഈസ് ഇനഫ്. തേർഡിലിട്ട് പോയാൽ സ്പീഡിൽ വന്നു. അപ്പോൾ അവിടെ നമ്മൾ ഭയങ്കര എക്സ്പേർട്ടുകൾക്ക് പറ്റും, നമ്മളെ കൊണ്ട് ഇത്ര പോരാ. ഇവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സൈഡ് വഴി നമ്മളിങ്ങനെ തിരിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വേറെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ട ഇപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി കയ്യിൽ നല്ല പവറിൽ നിൽക്കണം വണ്ടി. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കാല് കുത്തുകയും ചെയ്യരുത്. ലെഫ്റ്റിലേക്കുള്ള ടേണാണ്. റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു ചെരുവ് കൊടുക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ. ലെഫ്റ്റ് സൈഡിലോട്ട് കുത്തിയാൽ വണ്ടിയുടെ വെയിറ്റും ആ റോഡിൻ്റെ ഷേപ്പും എല്ലാം കൂടെ കാരണം നമ്മൾ മറിഞ്ഞു പോകും. ഇതൊരു ഓവർടേക്കിംഗ് പ്രൊവിഷനുള്ള ഏരിയയാണ്. ഇനി 80 കിലോമീറ്റർ സ്പീഡാണ്. അപ്പോൾ ട്വിസ്റ്റീസ് ഏകദേശം തീർന്നു, അതായത് ഇവിടുത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു സെക്ഷനിലേക്ക് എത്തി. ഇതെല്ലാം ഒരു ടാസ്ക് പോലെ കേട്ടോ. ഇനി ഏകദേശം കണ്ടാക്കാം. ഇനി വൈൻഡി റോഡ്സ് എന്നൊക്കെ പറയണ മാതിരി ഇങ്ങനെ വീശി പോകുമ്പോൾ തന്നെ കേട്ടോ, അതായത് സ്പോർട്സ് ബൈക്കുകാർക്ക് ഇതിൽ വന്നാൽ അവരുടെയൊക്കെ പാരഡൈസ് എന്ന് പറയും. ഇതൊക്കെ നല്ല സ്പീഡിൽ വന്നിട്ട് ഇങ്ങനെ വീശി ഇതിപ്പോൾ ഈ റോഡിലേക്കൂടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ രാത്രി ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ വെറ്റായി കിടക്കുന്നത്.
നല്ല സമ്മറിൽ വന്നാൽ പോലും ഉണ്ടല്ലോ ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാരണം ഇവിടെ അടിപൊളിയാണ്. പിന്നെ ഫോഗ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സമ്മർ ഏകദേശം തീർന്ന് നമ്മുടെ എന്താ പറയുക ഓട്ടം വിൻ്റർ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിലാട്ടോ. ഓട്ടം എന്നൊക്കെ പറയാം, വിൻ്റർ ആയിട്ടില്ല, ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോഗും അങ്ങനെയൊക്കെ ആയിട്ട് അന്തരീക്ഷം കുറച്ച് തണുത്തായിരിക്കും. കാരണം ഇവിടെ ഈ ഭയങ്കര സ്ലിപ്പറിയാന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഈ റോഡിൻ്റെ പ്രത്യേകതയായിരിക്കണം, കാരണം ഇവിടെ എപ്പോഴും തന്നെ എന്തെങ്കിലും ഉള്ളതിൻ്റെ ആയിരിക്കാം. എനിവേ നമുക്കിത് എൻജോയ് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഇതുണ്ടോ, വളഞ്ഞ് നല്ല അടിപൊളി. ഇവിടെയൊക്കെ എന്തോ ഫാം ഹൗസൊക്കെ ഉണ്ട് കേട്ടോ ആളുകളുടെ. റൈറ്റ് സൈഡിൽ കൂടെ ട്രെയിനിൻ്റെ എന്തോ സംഭവം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട് കണ്ട റെയിൽവേയുടെ. ഇതപ്പോൾ ഒരു സീനിക് റൂട്ടായിരിക്കുമല്ലോ ട്രെയിൻ ജേർണിക്കൊക്കെ പറ്റിയ. മലയുടെ മുകളിൽ വീട് കണ്ടോ, ചെടികളൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ. അവർക്കൊക്കെ അന്യ വ്യൂ ആയിരിക്കും കേട്ടോ താഴോട്ടുള്ള. ഇപ്പോൾ നമ്മൾ അങ്ങ് ദൂരെ നമ്മളൊരു എന്താ പറയുക ഒരു ഹാഫ് ആൻ അവർ ഒരു 15 മിനിറ്റ്സ് മുന്നേ നിന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ മലയുടെ മുകളിൽ ഫോഗ് കണ്ടു, മലനിരകളൊക്കെ കാണാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ റൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മഞ്ഞ് പുകമഞ്ഞ് കണക്കുള്ള സാധനം നമ്മുടെ മേത്തട്ടിങ്ങനെ അടിക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലും ആ ഒരു